ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ ഒരു ചക്ക വേവിച്ചത് കാണിക്കാനാണ്. ചക്ക എങ്ങനെയാണ് വേവിക്കുന്നത് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയപ്പം എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തിടുന്നതേ ഉള്ളൂ. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്ക് അത് അങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വേറെ ഇന്ന് നമുക്ക് ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അതിന് ഞാൻ ചക്ക ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഞാൻ അതിനകത്ത് കുറച്ച് ചക്കക്കുരുവും കീറിയിട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നവരെ വേവിക്കാം. കൂട്ടുകാരെ, നമ്മൾ ചക്കയ്ക്ക് വേണ്ടി ഒരു അരപ്പ് റെഡിയാക്കണം. കുറച്ച് തേങ്ങ നമ്മൾ എടുക്കണം. അതിൻ്റെ അകത്തേക്ക് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരിൻ്റെ കുറച്ച് കാന്താരി ഉണ്ട്, അത് ഞാൻ ഇടുന്നു. പിന്നെ ഒരു 3 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഒരു 3-4 ചെറിയ ഉള്ളി ചേർക്കുന്നു. ഇനി ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചിട്ട് വരാം. കൂട്ടുകാരെ, നമ്മൾ വേവിച്ച് വെച്ച ചക്കയിലേക്ക് നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ആവി കയറിയതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാം. കൂട്ടുകാരെ, അത് ആവി കയറിയിട്ടുണ്ട്. നമുക്കിനി അത് കുഴച്ചെടുക്കാം. അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി അത് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ ആ ചക്ക നല്ലതായിട്ട് കുഴച്ചെടുക്കാം. ഇത് ഒത്തിരി കുഴക്കേണ്ടാത്തവർക്ക് ഇങ്ങനെ കഴിക്കാം. നല്ല മയത്തി കുഴക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം. അങ്ങനെ എളുപ്പത്തിൽ നമ്മൾ ഒരു ചക്ക വേവിച്ചത് റെഡിയാക്കി. ഇതിനൊരു 5 മിനിറ്റ് പോലും വേണ്ട. ഇതൊന്ന് അരിഞ്ഞ് പെറുക്കി എടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ചക്ക വേവിക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക വേവിച്ചതും നല്ല മുളകിട്ട മീൻ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനി ചക്ക എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എൻ്റെ UK ഫ്രണ്ട്സ് ആരും ഒന്നും ചോദിക്കല്ലേ. ഹസ്ബൻഡ് നാട്ടിൽ പോയിരുന്നു, അപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പം ഞാനങ്ങനെ വേവിച്ചപ്പം എൻ്റെ കൂട്ടുകാർക്ക് അറിയാൻ വയ്യാത്തവരെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് കാണിച്ചതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.